വെൽക്കം ബാക്ക് ടു ARS ട്രാവലർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ട് മുട്ടോളം പാറ വരെയുള്ള ആ ഒരു പ്രദേശമാണ് കാണിച്ചത്. അതിന് ശേഷമുള്ള അതിൻ്റെ താഴ്ഭാഗത്തുള്ള നമ്മൾ കണ്ണൂർ ഭാഗത്തേക്ക് ദേശീയപാത കടന്നു പോകുമ്പോഴുള്ള പ്രദേശമാണിത്. അപ്പോൾ ഇവിടെയുള്ള പുതിയ കാഴ്ചകൾ അതിന് ശേഷമുള്ള പാർട്ട് 3 ആയിട്ടുള്ളൊരു ഭാഗമാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം. നമ്മൾ നേരത്തെ കണ്ട ഓവർ പാസേജാണ് അങ്ങ് ദൂരെ കാണുന്നത്. ഇവിടെയൊക്കെ വാഹനം നമുക്ക് പോകാൻ അങ്ങേയറ്റം ബുദ്ധിമുട്ടാണ്, കംപ്ലീറ്റ് ചളിയാണ്. അപ്പോൾ ആ ഓവർ പാസേജ് മുട്ടോളം പാറയിൽ ഓവർ പാസേജാണ്. ആ ഓവർ പാസേജിൻ്റെ ഇതിൻ്റെ താഴെ എത്താൻ നമ്മൾ കുറച്ച് പാടുപെട്ടു. കാരണം ഇത് ഏത് വഴിയാണ് വരേണ്ടത് എന്ന് എല്ലാ റോഡുകളും വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മുറിച്ചിട്ടിട്ടാണുള്ളത്. അപ്പോൾ നിലവിലുള്ള ദേശീയപാതയിൽ നിന്ന് മാറി നിന്നുകൊണ്ടാണ് ഈ ഒരു 6 വരി പാത കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് വർക്ക് നടക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മണ്ണടിച്ച് ഉയർത്തിയിട്ടാണ് ദേശീയപാത കടന്നു വരുന്നത്. ഇവിടെ അതേപോലെ തന്നെ വിശ്വസമുദ്രം, ഇവിടെ ക്രഷറിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഈ വർക്കിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസൊക്കെ ഇവിടെ നിന്നാണ് പലയിടത്തേക്കൊക്കെ കൊണ്ടുപോകുന്നത്. നമ്മളൊരു ഉൾനാടൻ ഗ്രാമത്തിലൂടെയാണ് ഈ പുതിയൊരു 6 വരി പാത കടന്നു പോകുന്നത്. ഈ ഭാഗം നമ്മൾ കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെട്ടു. വയലും അതോടൊപ്പം തന്നെ വീടുകളൊക്കെ നേരെ അത്യാവശ്യം വീടുകളൊക്കെ ഉള്ള ഒരു പ്രദേശത്ത് കൂടിയാണ്. പട്ടികൾ വെയിലത്ത് വിശ്രമിക്കാൻ ആറിവാളിൻ്റെ ചുവട്ടിൽ ശക്തമായ വെയിലാണ്. പിന്നെ വർക്കേഴ്സിനൊന്നും കാര്യമായിട്ട് കാണുന്നില്ല. എനിക്കൊന്ന് ലഞ്ച് ബ്രേക്കാണെന്ന് തോന്നുന്നു. വർക്കേഴ്സുണ്ട്, ലഞ്ച് ബ്രേക്കാണ്. പല ആളുകളും എക്സ്കവേറ്ററിനകത്തും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ്. ഇപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസേജ് ഇവിടെ വരുന്നുണ്ട്. ഇതാണ് വിശ്വസമുദ്രയുടെ ക്രഷറി എന്ന് പറയുന്നത്. വിശ്വസമുദ്രയുടെ ആണെന്നാണ് അപ്പോൾ നമ്മൾ മണ്ണടിച്ച് ഉയർത്തിയിട്ടുള്ള ആ ഒരു പ്രദേശത്ത് നിന്നുള്ള കാഴ്ചയാണ്. വിശ്വസമുദ്രയുടെ ക്രഷറിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇവിടെയൊക്കെ ലെവൽ ചെയ്തു, ഇനി താറിങ്ങിൻ്റെ വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത്. അതേപോലെ തന്നെ ഒരു കൂറ്റൻ അണ്ടർ പാസേജും ഈ ഒരു പ്രദേശത്ത് കടന്നു പോകുന്നുണ്ട്. ഇത് ഏത് ഭാഗത്തേക്കാണ് ഈ അണ്ടർ പാസേജിൻ്റെ ആ ഒരു റോഡ് കടന്നു പോകുന്നത് നമുക്കറിയില്ല. നമ്മൾ ഈ നാട്ടുകാരനല്ലാത്തത് കൊണ്ട് നല്ല രീതിയിലുള്ള വർക്ക് പുരോഗതിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തലമുക്കം കൂടി ചെന്ന് നോക്കാം. നമ്മളൊരു ഇളയാവൂര് ആ ഒരു പ്രദേശമാണിത്. നമ്മുടെ താഴെ ചൊവ്വയുടെയൊക്കെ പിറകിലുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഇപ്പം വലിയൊരു കൂറ്റൻ അണ്ടർ പാസേജ് വന്നിരിക്കുന്നത്. നമ്മൾ പില്ലറിൻ്റെ മുകളിലൂടെ സ്ഥാപിച്ചിട്ടുള്ള അണ്ടർ പാസേജാണ്. ബോക്സ് ടൈപ്പ് അണ്ടർ പാസേജ് അല്ല. അപ്പോൾ അതിൻ്റെ ഷട്ടറിങ് വർക്കൊക്കെ കഴിഞ്ഞു. ഇവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് ദേശീയപാത കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയാണ് നമുക്കങ്ങ് ദൂരയിൽ നിന്ന് കാണാം. അങ്ങ് ദൂരെ കൂറ്റൻ ക്രെയിനൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇങ്ങനെ തന്നെ എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് പാസ് ചെയ്ത് പോകുന്നത്. ഗാർഡറുകളൊക്കെ സ്ഥാപിച്ച അങ്ങ് കൂറ്റൻ ക്രെയിനും ഗാർഡറുകളൊക്കെ സ്ഥാപിച്ച കാഴ്ച ദൂരയിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ നേരെ താഴ്ഭാഗത്തേക്ക് പോവാണ്. ഇതൊക്കെ കംപ്ലീറ്റ് ചളി കൊണ്ടുള്ള അഭിഷേകമാണ്. നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വലിയ പ്രയാസകരമാണ്. സഞ്ചരിച്ച് നമ്മൾ നടന്നു വന്നതാണ് ഈ ഒരു പ്രദേശത്തേക്ക്. മഴയും ടൂറിസ്റ്റിൻ്റെ സഞ്ചാരവും എല്ലാം കൂടി നല്ല കൊരണി പോലെ ഈ ഒരു പ്രദേശം മാറിയിട്ടുണ്ട്. ഒക്കെ ക്വൈറ്റ് നാച്ചുറൽ, എന്നാലും നമുക്ക് സഞ്ചരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മുകളിൽ നിന്ന് കണ്ട അണ്ടർ പാസേജ്, കൂറ്റൻ അണ്ടർ പാസേജ്. ഒരു കുറവും വരുത്തിയിട്ടില്ല. ചക്കരക്കല്ലി ഭാഗത്തേക്ക് പോകുന്ന അണ്ടർ പാസേജാണിത്.
ചക്കരക്കല്ല്. അപ്പോൾ ഇവിടെ ഒരു ടെമ്പററി പാലമൊക്കെ പണിഞ്ഞിട്ടുണ്ട്. നേരെ കണ്ണൂർ ഭാഗത്തേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് അതിസാഹസികമായ യാത്രയായിരിക്കും. കാരണം കംപ്ലീറ്റ് ചളിയും മണ്ണും നിറഞ്ഞ റോഡാണ്. കഴിഞ്ഞ വേനൽക്കാലത്തായിരുന്നു നമ്മൾ വന്നത്. ഇപ്പം മഴക്കാലമാണോ വേനൽക്കാലമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സീസണിൽ ഇതിൽ പോകുമ്പോൾ ഒക്കെ കംപ്ലീറ്റ് എലിവേറ്റഡ് ഹൈവേ കടന്നു പോകുന്ന പ്രദേശം. ഒരു ചതുപ്പ് നിലമാണ് ശരിക്കും ഈ ഒരു പ്രദേശം. ചതുപ്പ് നിലത്തിലൂടെയാണ് ദേശീയപാത കടന്നു പോകുന്നത്. ഈ ഒരു സ്ഥലങ്ങളൊന്നും മാപ്പിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. തിലാന്നൂർ, എളയാവൂർ എന്നൊക്കെയാണ് കാണിക്കുന്നത്. കേട്ടോ, ഇതിൽ ഞാനൊന്നും ഇതാണ് അവസ്ഥ. വളരെ കംപ്ലീറ്റ് ഗേഡറുകൾ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് കൂട്ടി വെച്ചിരിക്കുകയാണ്. ഈ ദേശീയപാതയുടെ വീഡിയോന് കുറച്ച് ലെങ്ത്ത് കൂടും. കാരണം അങ്ങേയറ്റം ചളിയായതുകൊണ്ട് നമുക്ക് ഇതിനെയൊക്കെ ഡ്രോണ് വളർത്തണം. എന്നാലേ നടക്കത്തുള്ളൂ. നമുക്ക് വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ട് എന്തായാലും വീഡിയോ എടുക്കാൻ സാധ്യമല്ല. വെറുതെ എല്ലാ ആളുകൾ ഇങ്ങോട്ടൊന്നും വീഡിയോ എടുക്കാൻ വരാത്തത്. ഇതല്ലേ അവസ്ഥ. വയലിലൂടെയാണ് ദേശീയപാത കടന്നു പോകുന്നത്. ഇവിടെയൊക്കെ വയലാണ്. നെൽവയലായിരുന്നു പഴയ. നെൽവയൽ പഴയതല്ല, ഇപ്പോഴും നെൽവയൽ തന്നെയാണ്. നല്ല നീരൊഴുക്കൊക്കെ കണ്ട് അടിപൊളി നീരൊഴുക്ക്. നമ്മളെ പില്ലറിൻ്റെ ഹൈറ്റ് കൂടി വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ഇപ്പോൾ വയലിലൂടെയാണ് ദേശീയപാത കടന്നു പോകുന്നത്. ഇതിലൊക്കെ നമ്മുടെ വിശ്വസമുദ്രയുടെ വാഹനങ്ങൾക്ക് മാത്രമേ ഇതിലൊക്കെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് കാലും കൈയൊക്കെ ഒന്ന് കഴുകാം. നല്ല അടിപൊളി വെള്ളമുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് അതിഭീമമായ പില്ലറുകളാണ്. നല്ല ഹൈറ്റുള്ള പില്ലറുകളാണ്. ഏകദേശം 10-15 മീറ്ററിൻ്റെ മുകളിൽ ഹൈറ്റ് ഉണ്ട്. വളരെ ടേപ്പൊന്നുമില്ല അളന്ന് നോക്കാൻ. ഇനി കറക്റ്റ് മറ്റേ 10-15 മീറ്ററിൻ്റെ മുകളിൽ ഹൈറ്റുള്ള കൂറ്റൻ പില്ലറിൻ്റെ മുകളിലാണ് ദേശീയപാത ഇവിടെ എലിവേറ്റഡ് ഹൈവേ ആയിട്ട് കടന്നു പോകുന്നത്. ഇവിടെയൊക്കെ അതിലും നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഭയങ്കര ഹൈറ്റ് ഉണ്ട്. ഇത് എത്രയാണെന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. എന്നാലും ഏകദേശം 10-15 മീറ്ററിൻ്റെ അടുത്ത് ഹൈറ്റിലുണ്ട്. നമ്മൾ ചോദിച്ചപ്പോൾ അവർക്കും അറിയില്ല. ഇവിടെ ഒന്നാമത്തെ വർക്കേഴ്സേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ഉയർന്നിട്ടാണ് പോകുന്നത്. നമ്മുടെ മാഹി ദേശീയപാതയെക്കാട് കുറച്ചുകൂടി നല്ല ഹൈറ്റിലാണ് ഈ ഭാഗത്ത് കടന്നു പോകുന്നത്. പിന്നെ അതേപോലെ വൺ സൈഡിൽ 3 വരിപ്പാതയുടെ ഷട്ടറിങ് വർക്കും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇനി അടുത്ത 3 വരിപ്പാതയുടെ ഇതിൻ്റെ മുകളിൽ ഗേഡറുകൾ വെക്കാനുള്ള വർക്കാണ് ഇവിടെ നടക്കാൻ ബാക്കിയുള്ളത്. നമ്മൾ
ടയേർഡായി. ഒരു ദിവസം കുന്നുകളും മലകളും കയറിയിട്ടാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് എലിവേറ്റഡ് ഹൈവേ അവസാനിച്ചു. പിന്നെ സ്ട്രെയിറ്റ് ദേശീയപാത കടന്നു പോകുന്ന കാഴ്ചയാണ്. ഇവിടെയൊക്കെ മണ്ണടിച്ച് താഴ്ത്തിയതാണ്. ഇരു സൈഡിലും നമ്മൾ സോയിൽ നെയിലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോക്ക് വലിയ സാഹസികമായ ഒരു യാത്രയാണ്. എന്തായാലും വണ്ടി നമുക്കിവിടെ സൈഡാക്കാം, അതാണ് നല്ലത്. നമ്മൾ എളയാവൂർ ഭാഗത്താണുള്ളത്. എളയാവൂർ ആ ഒരു ദേശീയപാത 6 വരി പാതയിൽ തന്നെയാണുള്ളത്. ഇവിടെയൊക്കെ ഗേഡറിൻ്റെ കോൺക്രീറ്റിങ് കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അതേപോലെ തന്നെ സൈഡ് എക്സ്കവേഷൻ ചെയ്ത ഭാഗങ്ങളൊക്കെ സോയിൽ നെയിലിങ് ചെയ്തൊരു കാഴ്ചയാണ്. ഇവിടെയൊന്നും കാര്യമായ തകരാറുകളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ ഇവിടെ കുറച്ച് ഇടിഞ്ഞ ഭാഗം കാണുന്നുണ്ട്. ആ ഭാഗത്ത് കോൺക്രീറ്റ് വാളാണിപ്പോൾ വിശ്വസമുദ്ര നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് വെള്ളമാണ്. നമ്മൾ സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലായതുകൊണ്ട് നമ്മൾ ബൈക്ക് സൈഡാക്കി നടന്ന് നീങ്ങിയതാണ്. എന്നാലും ഇന്ന് നമ്മൾ ഈ ഒരു ഭാഗം വരെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത വീഡിയോ അടുത്ത പാർട്ടായിട്ട് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം വീഡിയോ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട.